പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആദ്യം പാടിയ പാട്ടെല്ലാവരും മറന്നുപോയെന്നാ തോന്നുന്നത്. അതിൻ്റെ ആദ്യത്തെ ചാൻസിൽ 8 ലൈനാ ഉള്ളത്. അതിൻ്റെ 4ാമത്തെ ചാൻസ് തൊട്ട് ഇങ്ങനെ: ക്ഷീണരെ സന്തോഷിപ്പീൻ, തന്നിമ്പ മൊഴി കേൾപ്പീൻ. ഞാൻ നോക്കും മിക്കവാറും പേര് ക്ഷീണരായിട്ടായിരിക്കുന്നത്. അല്ലെ, ചിലർക്കൊക്കെ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ആത്മാവിൽ എരിവുള്ളവരായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ആത്മാവിൽ എപ്പോഴും സജീവത്വം ഉള്ളവരായിരിക്കണം. നമ്മുടെ പൗലോസ് കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞല്ലേ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ: ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. ഈ ആത്മാവ് ശക്തമാകുമ്പം എന്താ സംഭവിക്കുക? ബാക്കിയുള്ള നമ്മുടെ ദേഹവും അതിനെ പിന്തുടരാൻ തുടങ്ങും. നമ്മൾ ദേഹിയുടെ തലത്തിലും ദേഹത്തിൻ്റെ തലത്തിലും നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുക? അത് നമ്മളെ അങ്ങ് ക്ഷീണിപ്പിച്ച് കളയും, മടുപ്പിച്ച് കളയും. ദൈവത്തിൻ്റെ ഹിതം അതല്ല. നമ്മൾ ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളാണ് നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നത്: ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തൊരു അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താവും? ന്യായവിധി ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. ഏതാ ദൈവത്തിൻ്റെ ഗ്രഹം? ദൈവസഭ. ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പല ആശയങ്ങളാണ് ഉള്ളത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ആശയങ്ങളുടെ പിന്നാലെ പോകരുത്, വചനത്തിൻ്റെ പിന്നാലെ പോകണം. ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: 19-ാം വാക്യം. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവിലാണ് വീണ്ടും ജനിക്കുന്നത്. നമ്മുടെ ദേഹിയുടെയും ദേഹത്തിൻ്റെയും വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അപ്പം സഭയ്ക്കുള്ള എന്താ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി? നമ്മളെ ന്യായവിധിയുടെ കാറ്റുകൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിൽ, യെശയ്യാവ് 33 അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ 33:14 മുതലുള്ള വാക്യങ്ങൾ: സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിലാർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിലാർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവൻ്റെ വെള്ളം മുട്ടിപ്പോകുകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായൊരു ദേശം കാണും. സിയോൻ എന്ന് പറയുന്നത് എവിടെയാ? ഏതാ സിയോൻ? എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 22-ാം വാക്യം. സംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും
എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ സിയോൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ യെശയ്യാവിൽ എന്താ പറയുക? സിയോനിലെ പാപികൾ പേടിക്കുന്നു. അപ്പൊ സിയോനി പാപികളുണ്ടോ? ഉണ്ടോ? ദൈവസഭ പാപികളുണ്ടോ? ഉണ്ട്, പാപികളുണ്ട്. ദൈവസഭയിൽ എന്താ സംഭവിക്കുന്ന ഒരു കാര്യം? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു യാത്രയാണ് ദൈവസഭ. ഇപ്പം നമുക്കറിയാം, നമ്മളെ വെട്ടിയെടുത്ത് സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്നിരിക്കുക അല്ല. ഇന്ന് നമ്മുടെ ജയം ബ്രദറാന്ന് തോന്നുന്നൊരു CFCയിലൊരു മെസ്സേജ് ഇട്ടിരുന്നു. രൂപമില്ലാത്തൊരു കല്ലായിട്ട് നമ്മളെ സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്നിരിക്കുക. ആരാ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്? യേശുവാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. നമുക്കിപ്പോൾ ഒരു രൂപവും ഇല്ല. നമ്മളെ അവിടെ നിന്ന് വെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ദൈവം എന്താ ചെയ്യുന്നത്? നമ്മളെ രൂപപ്പെടുത്തുന്ന പ്രക്രിയ. സഭയ്ക്കുള്ളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ചുറ്റി കൊണ്ട് അടിച്ചടിച്ച് നമുക്ക് ഷെയ്പ്പ് വരുത്തുന്നൊരു പ്രക്രിയ സഭയ്ക്കുള്ളിൽ നടക്കുന്നത്. യോഹന്നാൻ നമ്മളെന്താ വായിക്കുന്നത്? നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന. സത്യം നമ്മളിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ സകല പാപങ്ങൾ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മളെ നീതിയിരിപ്പാൻ തക്കണം വിശ്വസനും നീതിമാനുമാണ്. അപ്പം സഭയിലോട്ട് വന്നുകൊണ്ട് നമ്മളൊന്നും പാപികളല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധന്മാരായ പലരും പറഞ്ഞിട്ടുള്ളത്, ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു മഹാപാപിയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് എന്താ തോന്നുന്നേ? ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊരു കുഴപ്പമില്ല. ഇല്ല, അങ്ങനല്ല നമുക്ക് പലപ്പോഴും തോന്നുന്നത്. കൊരിന്ത്യർ ലേഖനത്തില് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ എഴുതുമ്പം ഇങ്ങനെ എഴുതി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി. അവരുടെ അവസ്ഥ എന്തായിരുന്നു? കൊരിന്ത്യയിലെ വിശ്വാസികളുടെ അവസ്ഥ എന്തായിരുന്നു? അവര് വരങ്ങളാലൊക്കെ തികഞ്ഞവരായിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാതെ കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്ര, അവർ രക്ഷിക്കപ്പെട്ടു. അവർ സകല വചനത്തിലും എന്നാ പറയുന്നത്? അവർക്ക് ഏത് വചനം ഉണ്ടായിരുന്നേ അന്ന്? വചനമൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അവരുടെ ലാഭപ്പാട് ന്യായപ്രമാണമേ ഉള്ളൂ. പിന്നെന്താ സകല വചനത്തിലും നിങ്ങൾ സമ്പന്നരായി തീർന്നു പറയുന്നത്? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. കൊരിന്ത്യർ വിശ്വാസികളുടെ ബന്ധത്തിൽ അവർ ക്രിസ്തുവിൽ തികഞ്ഞവരാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിൽ തികഞ്ഞവരാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ശില്പി അല്ലെങ്കിൽ ഒരാളൊരു വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കുക അല്ലെ, രണ്ട് തരത്തിൽ നമുക്ക് കാണിച്ചു തരും. ഒന്ന് അതിൻ്റെ അപൂർണമായ ഒരു പ്ലാനും, ഒന്ന് പൂർണ്ണമായ പ്ലാനും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ എന്തുണ്ട്? പൂർത്തീകരിക്കപ്പെട്ട ഒരു വീടിൻ്റെ ഒരു ചിത്രമുണ്ട് അയാളുടെ മനസ്സിൽ. തുടർന്ന് അയാൾ അത് പണിയിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാ. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ക്രിസ്തുയേശുവില് തെരഞ്ഞെടുത്ത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചു. അത് സത്യമാണ്. നമ്മൾ ക്രിസ്തുവിലാകുമ്പം പുതിയ സൃഷ്ടിയായി. അതെല്ലാം സത്യമാണ്. പക്ഷെ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഒരു യാത്രയിലായിരിക്കുന്നത്. അത് അപൂർണമായൊരു പ്ലാൻ പോലെയാണ്. ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ ദൈവത്തിന് നമ്മൾ വഴങ്ങി കൊടുക്കുന്നിടത്ത്, ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് ദൈവം ആ പ്രവൃത്തി പൂർത്തീകരിക്കും. പക്ഷെ ഓരോ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നുപോയി നമ്മളെ തന്നെ അതിന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം നടക്കത്തുള്ളൂ. അപ്പം 1 കൊരിന്ത്യർ 11 അധ്യായത്തിലും നമ്മൾ ഇതിനോടനുബന്ധമായൊരു വാക്യം വായിക്കുന്നത്. 1 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 32 വാക്യം, 31 വാക്യം, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടത്തില്ല. ഇല്ലേ, നമ്മൾ സാധാരണ കർത്തൃമേശയുടെ സമയത്ത് വായിക്കുന്നൊരു വാക്യമായിരുന്നു. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ തന്നെ വിധിക്കുക. അപ്പം നമ്മളെ തന്നെ വിധിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ നമ്മളെ തന്നെ വിധിക്കുന്നവരല്ല, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എടുത്തു നോക്കിക്കും, നാം നമ്മെ തന്നെയല്ലേ വിധിക്കുന്നത്. ഇപ്പോൾ ഒരാള് നമുക്ക് അഹിതമായ, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തു, നമ്മളെന്താ ചെയ്യുക? ആ ആളെ വിധിക്കും അല്ലേ? നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്തൊക്കെയാ? കയ്പ്,
അസ്വസ്ഥത, വെറുപ്പ്, പക, ഇല്ലേ? ഇതൊക്കെ നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ശരിക്കും നമ്മൾ അതിനെയാ വിധിക്കേണ്ടത്. നമ്മളെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടത്തില്ല. അങ്ങനെ വിധിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ എന്നെ തന്നെ വിധിക്കുമ്പോൾ ഒരു ചെത്തി വെടിപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നത്. ഇവിടെ നിന്ന് എന്നിൽ തന്നെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ എന്നെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ സാത്താൻ പലപ്പോഴും നമ്മളെ വഞ്ചിച്ച് നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ വിധിക്കും. എന്നാൽ നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടത്തില്ല. മറ്റുള്ളവരെ വിധിച്ചാലോ വിധിക്കപ്പെടും. ഇപ്പം നമ്മുടെ ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മളെ ഒന്നിച്ചു കൂട്ടുമ്പം നമുക്കറിയാം പല സ്വഭാവങ്ങളുള്ളവരും പല രീതിയിലുള്ളവരാ, ഇല്ലേ? അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? പല രീതിയിലുള്ളവരുടെ അടുക്കൽ നമ്മൾ ചെന്ന് അവരുമായിട്ട് ഇടപെടുമ്പം നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്ന എന്താന്നാ നമ്മൾ വിധിക്കേണ്ടിയേ? നമ്മളിൽ നിന്ന് എന്താ വരണ്ടിയേ? എന്താ വരണ്ടിയേ? ക്ഷമയും കരുണയും ദോഷം കണക്കിടാത്ത മനോഭാവമൊക്കെ വരണ്ടിയേ. പക്ഷെ നമ്മളിൽ നിന്ന് എന്താ വരുന്നത്? അക്ഷമ, കയ്പ്, അവരോട് ഒത്തുപോകാൻ പറ്റാത്ത മനോഭാവങ്ങൾ. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നിടത്ത് മാത്രമേ എനിക്കൊരു ശുദ്ധീകരണം നടക്കത്തുള്ളൂ. ഞാൻ മറ്റുള്ളവരെ ഇപ്പം ഉദാഹരണം പറയാം. ഇപ്പം ഭർത്താവ് വളരെ കഠിനമായിട്ട് ഭാര്യയോട് ഇടപെടുന്നു. അപ്പം ഭാര്യയെ തന്നെ വിധിച്ചാൽ എന്താ കണ്ടുപിടിക്കുന്നത്? എന്താ കണ്ടുപിടിക്കുന്നത്? ഞാൻ ശരിയല്ലെന്നാ കണ്ടുപിടിക്കുന്നത്. ഭർത്താവിനെ വിധിച്ചാലോ ഭർത്താവ് ശരിയല്ലെന്നാ കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം. നമ്മളെപ്പോഴും പോകുമ്പോൾ ഒരു ഉടമ്പടിയിലോട്ടാണ് തിരിച്ചു പോകേണ്ടത്. ഭാര്യ-ഭർതൃ ബന്ധത്തിൽ നമ്മളൊരു ഉടമ്പടി കൊണ്ട് ആരംഭിക്കുന്നത്. നമ്മുടെ ഭർത്താവിന് ചില ചുമതലകളൊക്കെ ഭർത്താവ് ഏറ്റു പറയുന്നുണ്ട്. ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ചും കരുതിയും പോറ്റി പുലർത്തിയും നിന്നോട് വിശ്വസ്തയൊക്കെ പാലിച്ചുകൊള്ളാമെന്ന് ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു. അപ്പം ഭർത്താവ് വിശ്വസ്ത കാണിക്കാന്ന് വിചാരിക്കുക. അപ്പം ഭർത്താവ് വിശ്വസ്ത കാണിച്ചുകൊണ്ട് ഭാര്യ എന്താ ചെയ്യേണ്ടിയേ? ഭാര്യയ്ക്ക് വിശ്വസ്ത കാണിക്കാൻ പാടുണ്ടോ? ഇല്ല. ഭാര്യ തൻ്റെ ആ ഏറ്റുപറച്ചിലിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിൽക്കണം. എന്നോട് ഇങ്ങോട്ട് എങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത കാര്യം ഞാൻ ചെയ്യും. ഞാൻ നിങ്ങളെ സ്നേഹിക്കും, ബഹുമാനിക്കും, ആദരിക്കും, കീഴടങ്ങിയിരിക്കും. പക്ഷെ സാധാരണ നമ്മളെങ്ങനെയാ പറയുന്നത്? എന്നെ സ്നേഹിച്ചാൽ ഞാൻ കീഴടങ്ങിയിരിക്കാം, സ്നേഹിച്ചില്ലല്ലോ കീഴടങ്ങാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഉടമ്പടി ലംഘിക്കുക. ഇങ്ങനെ സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നത്. ശരിക്കും നമ്മൾ കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം ചെയ്തതിന് ശേഷം നീ എന്താ പറയണ്ടേ? ഞാൻ ചെയ്യേണ്ടതേ, ഞാൻ നിഷ്പ്രയോജന ദാസൻ, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത് ചെയ്യാതെയാണ് നമ്മൾ പലപ്പോഴും പോകുന്നത് മുന്നോട്ട്. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പം ഇപ്പം എന്നോട് ചോദിക്കുന്ന ഭർത്താവ് എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ വിശ്വസ്തനായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുന്നത്. അല്ലെ, അവിടെ യെസ് ഓർ നോ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഓരോ ചോദ്യത്തിനും ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. അപ്പം ഭാര്യ എങ്ങനായിരുന്നു എന്നോട് ചോദിക്കത്തില്ല. നിന്റെ ഭാര്യ എങ്ങനായിരുന്നു എന്ന് എന്നോട് ചോദിക്കത്തില്ല. എന്നോട് ചോദിക്കുന്നത് ഭർത്താവ് എന്നുള്ള നിലയിൽ നീ നിന്റെ ഭാര്യയോട് എങ്ങനെയാണ് ഇടപെട്ടെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. നീ സ്നേഹിച്ചോ, കരുണ കാണിച്ചോ, ദോഷം കണക്കിടാതിരുന്നോ, ബഹുമാനം കൊടുത്തോ, പോറ്റി പുലർത്തിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം പലപ്പോഴും നമ്മൾ ആദാം പറഞ്ഞ മറുപടിയാണ് നമ്മളും പറയുന്നത്. അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞാനും ചെയ്തില്ല. അല്ലെ, അവൾ പറിച്ചു തന്നു, ഞാൻ തിന്നു. പക്ഷെ നമ്മളെ തന്നെ വിധിക്കുന്നിടത്ത് നമ്മൾ എന്താ കാണുന്നത്? നമ്മുടെ പാപമാണ് കാണുന്നത്. നമ്മളെ തന്നെ വിധിക്കുമ്പോൾ നമ്മുടെ പാപം, മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മൾ അവരുടെ പാപമാണ് കാണുന്നത്. അപ്പം എപ്പോഴാണ് നമ്മൾ അരിഷ്ടനാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്? എപ്പോഴാണ്? എൻ്റെ പാപം ഞാൻ കാണാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ സാത്താൻ പലപ്പോഴും നമ്മുടെ കണ്ണം അന്ധമാക്കി കഴിയുമ്പോൾ, കണ്ണ് കുരുടാക്കി കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പാപം കാണത്തില്ല, പിന്നെ മറ്റുള്ളവരുടെ പാപം നമ്മൾ കാണാൻ തുടങ്ങും. ഈ മറ്റുള്ളവരുടെ പാപം നമ്മൾ കണ്ടിട്ട് എന്താ മെച്ചമുള്ളത്? ശരിക്കും ഞാൻ എൻ്റെ പാപം കണ്ടാലേ കാര്യമുള്ളൂ. എൻ്റെ അവിശ്വസ്തതയും നന്ദികേടും കയ്പും വെറുപ്പും ഒക്കെയാണ് ഞാൻ കാണേണ്ടത്. ഇപ്പം എന്നെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താ? ഒരു ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പാപത്തിൻ്റെ നടുവിൽ വിശുദ്ധിയുടെ ഒരു വെളിച്ചമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടും മത്സരവും ശാഠ്യവും പിന്മാറ്റവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം? ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ദോഷം കണക്കാതിരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് നിൽക്കുക. അതാ വെളിച്ചം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളെ സാത്താൻ വഞ്ചിക്കുമ്പം
നമ്മൾ മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇല്ല, നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, അവർ ശരിയല്ല, അവർ ശരിയല്ല, അവർ ശരിയല്ല. ഇപ്പം സഭയ്ക്കുള്ളിൽ ഞാനത് പലപ്പോഴും കാണാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ സാത്താൻ ഒരു കെട്ട് കെട്ടിയിട്ടാണ് നമ്മളെ വഞ്ചിക്കുന്നത്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ 5 എന്നുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഈ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സങ്കല്പം നമുക്കറിയാം, സങ്കല്പിക്കുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? മനസ്സിലിങ്ങനെ ചിന്തിക്കുക, സങ്കല്പിക്കുക. നമ്മൾ പലപ്പോഴും ഈ സങ്കല്പങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ഇല്ല, നമ്മൾ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു പഴമൊഴിയുണ്ട്, എന്നാ ചത്തത് കീചനാണെങ്കിൽ കൊന്നത് ഭീമന ഇല്ലേ? അതൊരു എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് ഇല്ലേ? അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അത് ഈ സങ്കല്പം എന്ന് പറയാം. നമുക്ക് മറ്റു പലരോടുള്ള ബന്ധത്തിൽ ഇങ്ങനത്തെ ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. നമ്മുടെ അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഈ ദൈവത്തിന്റെ പരിജ്ഞാനം, നമ്മൾ ദൈവപരിജ്ഞാനത്തിൽ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. 2 പത്രോസ് 2:20 ഇങ്ങനെ വാക്യമുണ്ട്: നമ്മുടെ കർത്താവ് രക്ഷണം യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മോഹം വിട്ടോടിയവർ. ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താ? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളും. അപ്പം ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യല? മറ്റുള്ളവരെ വിധിക്കത്തില്ല. അപ്പൊ ഈ വിധിക്കുന്നത് ദൈവപരിജ്ഞാനത്തിന് വിരോധമായ ഒരു ഉയർച്ചയിലാണ്. ഇപ്പം ദൈവിക പരിജ്ഞാനം എപ്പോഴും നമ്മളെ ശുദ്ധീകരണത്തിലേക്കാണ് നടത്തുന്നത്. ലോകത്തെ വെറുക്കാൻ, പാപത്തെ വിട്ടോടാനാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ പാപം എന്ന് പറയുമ്പോൾ എന്താ? ഈ മറ്റുള്ളവരെ വിധിക്കുന്ന പാപമാണോ വിശുദ്ധിയാണോ? പാപം. അത് അതിൻ്റെ കാരണം എന്താ? വിധിക്കാൻ അധികാരമുള്ള ഒറ്റ ആളേ ഉള്ളൂ. ആരാ അത്? കർത്താവ്. പക്ഷെ നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം എത്ര പേരെ വിധിക്കാറുണ്ട്? ഭാര്യ ഭർത്താവിനെ വിധിക്കും, ഭർത്താവ് ഭാര്യയെ വിധിക്കും, മക്കൾ മാതാപിതാക്കളെ വിധിക്കും, മാതാപിതാക്കളെ മക്കളെ വിധിക്കും. ശരിയല്ലേ? പക്ഷെ വിധിക്കാൻ അധികാരമുള്ള ഒരാളേ ഉള്ളൂ. അപ്പം ഞാൻ വിധിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ വിധിക്കുന്നത് എങ്ങനാ? ഈ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞതുപോലെ ചില സങ്കല്പങ്ങളിലൂടെ ഞാൻ വിധിക്കുന്നത്. ഇപ്പം പറഞ്ഞതിന് മുമ്പുള്ള ഉദ്ദേശം ഇതായിരിക്കും ഇല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഉറപ്പില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മളെ തന്നെ വിധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്കിട്ട് കുത്തുന്നൊരു വാക്ക് ഒരാൾ പറഞ്ഞു, അപ്പം നമ്മളെന്താ സങ്കല്പിക്കുന്നത്? എന്താ നമുക്കെന്താ അവരോടുള്ള മനോഭാവത്തിൽ വരുന്ന നമ്മുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാ? ഇച്ചിരം അങ്ങ് വിട്ടു തന്നേക്കാം അല്ലേ, അങ്ങനെ അധികം ക്ലോസ് ആയിട്ടൊന്നും പോകണ്ട, ഇനിയും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചൊക്കെ നിന്നേക്കാം. പക്ഷെ ആ കുത്ത് നമ്മൾ കൊള്ളുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കേണ്ടേ? നമ്മളെന്താ കണ്ടെത്തേണ്ടേ? ഞാൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാ കണ്ടെത്തേണ്ടേ? അല്ലെ? നമ്മൾ ഇന്ന് ആദ്യം വായിച്ച ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നൊരു കാര്യം ഇതാണ്. 14-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവ്, ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ഈ പരകാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ അടിക്ക് നമ്മൾ പറയും മറ്റുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അപ്പം പരകാര്യത്തിൽ ഇടുക എന്ന് പറഞ്ഞാൽ നമുക്കല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ തലയിടുക എന്നുള്ളതാണ്. നമുക്കുള്ളതല്ല. പരകാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കാര്യമാണ്. അപ്പം പരകാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അപ്പം ഭർത്താവ് ഭാര്യയുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ എന്താ? പരകാര്യത്തിൽ ഇടപെടുക
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം നമുക്ക് സംശയം തോന്നും. അപ്പം ഭാര്യയുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ ഭർത്താവിന് അധികാരമില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അവരുടെ ഇതാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിക്കുകയും വിധിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പല കാര്യത്തിൽ ഇടപെടുക. ഇപ്പം സാധാരണ സാർശ്വാദം ഇങ്ങനെ വാക്യമുണ്ട്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുവാനും മതി. ഇപ്പോൾ ഒരാൾ നമ്മളോട് ഇങ്ങനെ കാര്യമെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ തലയെ കുലുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനോഭാവം എന്താ? നീ എന്നെ കളിപ്പിക്കാനൊന്നും നോക്കണ്ട, അങ്ങനൊന്നും അല്ല. അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പം ശരിക്കും കർത്താവാണ് എന്ത് ചെയ്യും? ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പം കർത്താവ് അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളും, സ്വീകരിക്കും. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളുമോ? ഇല്ല. ഇപ്പം പരകാര്യം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം പ്രത്യേകിച്ച് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ, ഭാര്യമാരോടുള്ള ബന്ധത്തിൽ ഭർത്താവിൻ്റെ അധികാര പരിധിക്കുള്ളിൽ കയറുന്നതാണ് പരകാര്യത്തിൽ ഇടപെടുക എന്ന് പറയുന്നത്. ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നൊരു അധികാരമുണ്ട്. അതിനകത്ത് എങ്ങനെയാ കയറുന്നത്? എങ്ങനെ? ഇപ്പം ഭർത്താവ് ഒരു തീരുമാനം പറഞ്ഞു, അങ്ങനെ വേണ്ട, ഇങ്ങനെ മതി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? പരകാര്യത്തിൽ ഇടപെടുക. പിന്നെ ഭർത്താവിന് വെച്ച അധികാരത്തിൻ്റെ പരിധിക്കുള്ളിലേക്ക് ഒരു ഭാര്യ കയറി ചെല്ലുക. അതുപോലെ തന്നെ ഇപ്പം സഭയോടുള്ള ബന്ധത്തിൽ ഇല്ലേ, നമ്മൾ ഇപ്പോൾ ഒരാൾ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നു, അതിനിടയ്ക്ക് നമ്മൾ കയറി അഭിപ്രായം പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? പരകാര്യത്തിൽ ഇടപെടുക. അപ്പോൾ ആ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഒരു സഹോദരന് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പല അഭിപ്രായങ്ങളും വന്നെന്നിരിക്കാം, പക്ഷെ ഞാൻ അവിടെ എൻ്റെ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രസക്തിയും കൊടുക്കാൻ പാടില്ല. അതുപോലെ ഇപ്പം വേറൊരു സഹോദരൻ്റെ കുഞ്ഞ് എന്തെങ്കിലും കാര്യം ചെയ്യുന്നു, അപ്പം ഞാൻ അതിനകത്ത് തലയിടുമ്പോൾ എന്താ ചെയ്യുന്നത്? പരകാര്യത്തിൽ ഇടപെടുക. ഇപ്പം എനിക്ക് എൻ്റെ പരിധിക്കുള്ളിൽ എൻ്റെ ഭാര്യ എൻ്റെ മക്കളേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഇല്ലേ, അതേസമയം സഭയിൽ ഉത്തരവാദിത്തമുള്ളൊരു സഹോദരനാണ് എന്ത് ചെയ്യുക? ആ സഭയിലുള്ള സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു പരിധി വരെ ഇടപെടാം. കാരണം എന്താ? അത്രയും ഒരു ഉത്തരവാദിത്വത്തിൻ്റെ, അവൻ്റെ ഉത്തരവാദിത്വം അത്രയും വലിയൊരു റൗണ്ടുണ്ട്. അതേസമയം നമ്മളൊരു സാധാരണ സഹോദരനായിട്ടിരിക്കുമ്പോഴോ വേറൊരാളുടെ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തുമാത്രം ഇടപെടാം? പക്ഷെ നമ്മുടെ നേച്ചർ എങ്ങനെ? നമ്മൾ അതിനകത്തൊക്കെ കയറി തലയിടും. ഇല്ല, നമ്മളതിന് കുറ്റം പറയും. കണ്ടില്ലേ, ആ കൊച്ചിനെ വളർത്തുന്ന കണ്ടില്ലേ, ഇങ്ങനെയാണ് പിള്ളേരെ വളർത്തേണ്ടത് ഇല്ലേ? അതിനകത്ത് നമുക്കെന്താ കാര്യമുള്ളത്? അപ്പം അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് വെച്ച പരിധിക്കുള്ളിൽ ഞാൻ നിന്നോണ്ട്. അവിടെ താഴെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നുവെങ്കിലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എത്ര വേണ്ടത്. അപ്പം ഞാൻ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ എൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന വഴി അപമാനവും നിന്നെയും പഴിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടേ? ഒരു ക്രിസ്ത്യാനിയായിട്ട് ആ കഷ്ടം അങ്ങ് സഹിക്കുക. ഞാൻ തിരിച്ചങ്ങോട്ടൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പലപ്പോഴും ഇപ്പം അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവം ഏകനിൽ നിന്ന് മനുഷ്യാദിയെ മുഴുവൻ ഉളവാക്കിയിട്ട് അവരുടെ നിവാസത്തിന് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു. അതിനുള്ളിൽ നിന്ന് തപ്പി നോക്കി ദൈവത്തെ കണ്ടെത്തുമെന്ന് അറിയേണ്ടത് തന്നെ. അപ്പം നമുക്ക് വെച്ച പരിധിക്കുള്ളിലേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. യോസഫ് ദൈവത്തെ കണ്ടെത്തി. സഹോദരന്മാരോട് എന്താ പറയുന്നത്? നിങ്ങളല്ല, ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി മിസ്രൈമിലേക്ക് അയച്ചത്. അപ്പം തൻ്റെ പരിധിക്കുള്ളിൽ താൻ കണ്ടെത്തിയൊരു കാര്യമാണ് അത്. നിങ്ങൾ എന്നോടൊന്നും ചെയ്തില്ല, പിന്നെ എന്നെ ആരാ അയച്ചേ? ദൈവം. ശരിക്കും എന്താ സംഭവിച്ചേ? ഇല്ല, അവര് യോസഫിനെ വെറുത്തു, കൊന്നുകളയാൻ ആഗ്രഹിച്ചു, പക്ഷെ കൊല്ലാതെ പിന്നെ വിറ്റ് പൈസ മേടിക്കുക ചെയ്ത്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണല്ലോ, ആരാ ഇതെല്ലാം ചെയ്തേ? സഹോദരന്മാരെ. നമ്മൾ മത്തായി 5-ാം അധ്യായം വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇപ്പം യോസഫ് അറിയാണ്ടേ? ദൈവത്തെയാണ്, നിങ്ങളല്ല. നമ്മുടെ ദൈവം നിങ്ങൾക്ക് മുമ്പായിട്ട് എന്നെ മിസ്രൈമിലേക്ക് അയച്ചു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? അങ്ങനെയാണോ കാണുന്നത്? അല്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇപ്പം നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഇപ്പം ഒരു പിതാവും മാതാവും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെ ആയിരുന്നു. അവർ സർവശക്തന്മാരാ ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഞാനാ ഇവിടുത്തെ ആളെന്നുള്ള ചിന്ത. അവസാനം മോൻ കല്യാണമൊക്കെ കഴിച്ചു,
മരുമോളൊക്കെ വന്നു. അവരവരുടെ രീതി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പിടിക്കത്തില്ല. അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം ശരിക്കും അത് അവർക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണ് അത്. അതിനകത്ത് നമ്മൾ തലയിടേണ്ട യാതൊരു കാര്യവുമില്ല. അത് പരകാര്യമായി. ഇപ്പം ശരിക്കും ആ സഹോദരിയുടെ കാര്യത്തിൽ ഇനി ആരാ ഇടപെടേണ്ടേ? അമ്മായിപ്പനല്ല, ഭർത്താവ് ഇടപെടേണ്ടേ. ഇപ്പം ഞാനിപ്പം കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ആരാ ഭാര്യയുടെ കാര്യങ്ങളിൽ തലയിടാൻ ആർക്കാ അവകാശമുള്ളത്? എൻ്റെ അപ്പനും അമ്മയ്ക്കും അവകാശമുണ്ടോ? ഉണ്ടോ? പറയാനൊരു മടിയല്ലേ? അവകാശം ഇല്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം അവരെ അവിടെയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പനെയും അമ്മയും വിടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം? അപ്പൻ്റെ അമ്മയുടെ അഭിപ്രായങ്ങൾ വിട്ടു. പിന്നെ ആരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഈ ഭാര്യയും ഭർത്താവുക. പക്ഷെ നമ്മുടെ ഈ ജഡം ഇങ്ങനെ പരിഹാരത്തിൽ ഇങ്ങനെ വ്യാപരിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വിട്ടുമാറാൻ തോന്നത്തില്ല. നമ്മളെല്ലാത്തിലും കയറി തലയിടും. അപ്പം നമ്മുടെ ചിന്ത എന്താ? എനിക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ്. ഉണ്ടോ? അങ്ങനെ അധികാരമുണ്ടോ? ദൈവം അങ്ങനെ അധികാരം കൊടുത്തിട്ടില്ല. ഇപ്പം സ്ത്രീകളോടുള്ള ബന്ധത്തിലും പറയുന്നുണ്ട്. 45-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിയായിക്കുക, നീ നിന്റെ ചാർച്ചക്കാരെയും പ്രതിഫലത്തെയും മറക്ക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നീ നിന്റെ അപ്പനെയും അമ്മയൊക്കെ അങ്ങ് മറക്കണം. മറക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനകത്തൊരു പരിധിയുണ്ട്. ഒരു വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അപ്പനും അമ്മയ്ക്കും ഇതൊരു സ്വതന്ത്രമായൊരു കുടുംബമാണ്, ഒരു പുതിയ കുടുംബമാണ്. അവിടെ എന്തുമാത്രം നിയന്ത്രണമുണ്ട് മറ്റുള്ളവരോടുള്ള ബന്ധം? അപ്പനും അമ്മയ്ക്ക് എന്തുമാത്രം നിയന്ത്രിക്കാൻ പറ്റും? കാര്യമായിട്ടൊന്നുമില്ല. ഇനി അവർ നോക്കുമ്പോൾ ഇത് ഗതി മാറിപ്പോകുന്നു, അപകടത്തിൽ എത്തുമെന്നുണ്ടല്ലോ മുന്നറിയിപ്പ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പിടിച്ചു വെച്ച് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വിടാനുള്ള അവകാശം ഇല്ല. ഇത് നമ്മൾ ദൈവത്തെ അറിയുകയും നമ്മളെ തന്നെ വിധിക്കുകയും ചെയ്യുന്നിടത്തെ ഈ ഒരു സുബോധം നമുക്ക് വരത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ഒരു പാരമ്പര്യത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ശരിയല്ലേ? പാരമ്പര്യത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ. ഇപ്പം ഈ പണ്ട് കാലത്ത് നമുക്കറിയാം, ഈ കുടുംബജീവിതത്തിലൊക്കെ ഈ അമ്മായിമ്മ പോരെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഇല്ലേ? പലപ്പോൾ ഞാൻ ചെറുതായിരുന്നപ്പം നമ്മുടെ ഈ കുന്നത്തേട്ട ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ വന്നിട്ട് കഥയൊക്കെ പറയും. കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും. എന്ന് പറഞ്ഞാൽ ശരിക്കും ചട്ടിയിലിട്ട് വറക്കുന്ന പോലെയാണ് ഞങ്ങളെയൊക്കെ അമ്മായിമ്മമാരൊക്കെ ഞങ്ങളോടൊക്കെ ഇടപെട്ടെ. അതുകൊണ്ട് അതിൻ്റെ അനന്തരഫലം എന്താ? ഇപ്പം റാഗിങ്ങും നമ്മൾ കേൾക്കാറുണ്ട് സ്കൂളുകളിലും കോളേജിലൊക്കെ, അല്ലേ? ഈ 1-ാം വർഷം പിള്ളേർ വരുമ്പം സീനിയർ വിദ്യാർത്ഥികൾ അവരെ റാഗ് ചെയ്യും. ഇവർ 2-ാം വർഷം കയറുമ്പം അടുത്ത വർഷം ഇവർ ശരിക്കും ചെയ്യുന്നത് എന്താ? തങ്ങൾക്ക് കിട്ടിയാനൊക്കെ പകരം ചെയ്യുന്നത്, അങ്ങോട്ട് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അങ്ങനെ റാഗ് ചെയ്ത് കൊല്ലുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ പൈശാചികമായിട്ടുള്ള ഈ ഒരു തലമുണ്ട്. ഇതിൻ്റെ എല്ലാം പിമ്പിൽ അതാ കിടക്കുന്നത്. അതുകൊണ്ടാണ് ദൈവനും പറയുന്നത് 2 Corinthians 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. അവിടെ എന്താ സംഭവിക്കുന്നത്? പഴയതല്ല. അതാ അവിടെ അപ്പോസ്തലൻ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ് സങ്കല്പങ്ങളും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനവും എല്ലാ ഉയർച്ചയും. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമുക്ക് നൽകുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ നമ്മുടെ പരിധിക്കുള്ളിൽ നിൽക്കാനാണ്, പരകാര്യത്തിൽ ഇടപെടാതിരിക്കാനായിട്ടാണ്. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ആണോ? എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായം പറയും. ശരിക്കും അഭിപ്രായം പറയണേൽ എപ്പോഴാണ് അഭിപ്രായം പറയേണ്ടേ? നമ്മൾ ആരെങ്കിലും ചോദിക്കുക എന്താ അഭിപ്രായം? പക്ഷെ നമ്മളങ്ങനല്ല. നമ്മളിങ്ങനെ അഭിപ്രായം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇങ്ങോട്ട് ചോദിക്കുമൊന്നും വേണ്ട, നമ്മൾ അങ്ങോട്ട് കയറി അഭിപ്രായം പറയും, ഇല്ലേ? ശരിയല്ലേ? നമ്മളിങ്ങനെ നോക്കി ഗൗരവത്തോടെ ഇതെല്ലാം കണ്ടോണ്ടായിരിക്കും, നമുക്ക് ഒട്ടും പിടിക്കുന്നില്ല. അവസാനം നമ്മുടെ അകം അങ്ങോട്ട് നിറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് അഭിപ്രായം അങ്ങോട്ട് പറയാൻ തുടങ്ങും. സായി ബ്രദർ പറഞ്ഞു, പുതുതായിട്ട് ചർച്ചിലേക്ക് ഒരു സഹോദരി വന്ന ഉടനെ ഒത്തിരി കാലമായിട്ട് അവിടെയുള്ള സഹോദരിമാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആ, സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. ശരിക്കും ചർച്ചിലോട്ട് ഒരാൾ വരുമ്പോൾ അവരുടെ കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? ഉത്തരവാദിത്തപ്പെട്ടവർക്കാ. വേറെ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. പിന്നെ അവരെന്തിനാ ചെന്ന് ചോദിക്കുന്നത്? എന്തിനാ? പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള ഒത്തിരി ഉയർച്ചകളുണ്ട്, ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. നമ്മൾ അതിലാണ് ജീവിക്കുന്നത്.
അതിൻ്റെ അനന്തരഫലമായത്. ഇല്ല, നമ്മുടെ പരിധിക്കുള്ളിലേക്ക് നമ്മളെ തന്നെ ഒതുക്കുന്നിടത്താണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ആ പരിധിക്കുള്ളിൽ തപ്പി നോക്കി ദൈവത്തെ കണ്ടെത്തുമെന്ന് അറിയേണ്ടതിന് തന്നെ. അപ്പം നമ്മുടെ പരിധിക്കുള്ളിൽ നമ്മൾ നിൽക്കാനായിട്ട് നമ്മൾ ശീലിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതൊരു ശീലമാണ്. അപ്പം ദൈവത്തെ അറിയുന്നതിൻ്റെ അനന്തരഫലമായി നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. സാഗ്ബ്രർ ഒരു ഉദാഹരണം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിൽ ചെന്നപ്പം മണിക്കൂറുകൾ സാഗ്ബ്രറിന് ക്ലാസ് എടുക്കും അമ്മായിപ്പൻ. എല്ലാ കാര്യത്തെക്കുറിച്ച് സാഗ്ബ്രർ എല്ലാം കേട്ടിരിക്കും, മറുപടി ഒന്നും പറയല. എന്നിട്ട് ബ്രദറിൻ്റെ തീരുമാനം പോലെ ചെയ്യും. ഇത് പല പ്രാവശ്യമായിരിക്കും പുള്ളിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ സമയം കളയാണ്ട് ഇനിയും തൊട്ട് ഈ മരുമോനോട് ഉപദേശമൊന്നും കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ച് പുള്ളി നിർത്തിയെന്ന് പറഞ്ഞു. ഇതെല്ലാം കേൾക്കും. അതിനുശേഷം ദൈവം പറയുന്ന പോലെ ബ്രദറ് ചെയ്യും. അപ്പം പുള്ളിക്ക് മനസ്സിലായി എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയില്ല. അപ്പം നമ്മളെല്ലാം അങ്ങനെ, നമ്മളൊക്കെ പലതുകൊണ്ടും നിറഞ്ഞിരിക്കുക, പല അഭിപ്രായങ്ങൾ കൊണ്ടും. അപ്പോൾ ഓരോ ശോധനകളും നമ്മളെ തന്നെ വിധിക്കുക ചെയ്യേണ്ടത്. നമ്മളെ തന്നെ വിധിക്കുന്നെങ്കിൽ നമ്മൾ വിധിക്കപ്പെടത്തില്ല. നമ്മളെ തന്നെ വിധിക്കുമ്പം ആണ് നമ്മുടെ പാപം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ സിയോനിലെ പാപികൾ പേടിക്കുന്നു. അടുത്ത വാക്യം എന്താ? യെശയ്യാ 33 യെശയ്യാ 33 14 വാക്യമാണ്. വഷളന്മാർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 11 അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, ഞാൻ ക്രിസ്തു ഏകപുരുഷന് നിർമ്മലകന്യായി ഏൽപ്പിക്കാൻ നിങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവായ ഉപായത്തെ ചതിച്ചു പോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പറഞ്ഞ സിയോനിലെ വഷളന്മാർക്ക്, ഈ വഷളന്മാരാരാ? കർത്താവിനോടുള്ള ഏകാഗ്രതയില്ല. ആ സ്ഥാനത്ത് എന്താ ഉള്ളത്? മറ്റ് പല ലക്ഷ്യങ്ങളാണ് ഉള്ളത്. കർത്താവിനോടുള്ള ഏകാഗ്രത കൊണ്ട് എന്താ സംഭവിക്കുക? ഒരു നിർമ്മലതയും ശുദ്ധീകരണവും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും സംഭവിക്കും. തുടർന്ന് ചോദിക്കുന്നു, നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? എബ്രായ ലേഖനത്തിലെ ഈ ദഹനത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. എബ്രായർ 10 അധ്യായം 27 വാക്യം 26 മുതൽ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഈ നിത്യദഹനം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രത്യേകത ഏതാ? അല്ലെ, സൂര്യനെ പോലെയാ. ഒരു പരിധി കഴിഞ്ഞ് സൂര്യനടുക്കുന്നതെല്ലാം എന്ത് ചെയ്യും? കത്തി ചാമ്പലായിത്തീരും. അപ്പം നമ്മൾ കർത്താവിനോട് അടുക്കും തോറും എന്താ കത്തിപ്പോകുന്നത്? നമ്മളിൽ തന്നെയുള്ളത് എന്താ അവശേഷിപ്പിക്കുന്നത്? ദൈവികമായിട്ട് നമ്മളിലുള്ളതേ അവശേഷിക്കുകയുള്ളൂ, ആത്മാവിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങോട്ട് അടുത്തിയല്ലാത്ത, കർത്താവിലേക്ക് അടുത്തിയല്ല നമ്മൾ വിസമ്മതിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമുക്കറിയാം പലതും. അതാ റമലാനും യോഹന്നാൻ 3 നമ്മൾ വായിച്ച്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് പരിധി കഴിഞ്ഞ് അടുത്തിയല്ലാത്ത? നമ്മൾ ഇരുളിനെ സ്നേഹിക്കുന്നുണ്ട്. ഇരുളിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിൽ തന്നെയുള്ള ഒത്തിരി കാര്യങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ പേര്, പ്രശസ്തി, അല്ലെ, അംഗീകാരം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് അടുത്തിയല്ലേ, അല്ലെ, അടുത്ത് ചെന്നാൽ നമുക്കറിയാം ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പം കർത്താവിനോട് അടുത്ത് ചെല്ലുന്നവരോടുള്ള ബന്ധത്തിൽ അവർ അവമാനം ഏൽക്കാൻ സന്തോഷമുള്ളവരായിരിക്കും. നിന്ദിക്കപ്പെടാൻ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടാൻ, കൈവിടപ്പെടാൻ, ആരാലും പരിഗണിക്കപ്പെടാതിരിക്കാൻ. ഇന്നലെ പിള്ളേരോട് സംസാരിച്ച് ഞാൻ പറയാൻ, ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം, ദൈവസ്നേഹമുള്ള ഒരാൾ വേറൊരാൾക്ക് കൈ കൊടുക്കാന്ന് വിചാരിക്കുക. കണ്ട ഉടനെ പ്രൈസലോടൊന്നും പറഞ്ഞില്ല, പുള്ളി കൈ തരുന്നില്ല. നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? മനുഷ്യ സ്നേഹമുള്ള ഒരാളാണ് എങ്ങനെ പ്രതികരിക്കുക? ഇനി മേലാൽ ഞാൻ അവനെ കൈ കൊടുക്കുകയില്ല. പക്ഷെ ദൈവസ്നേഹമുള്ള ഒരാളോ അടുത്ത പ്രാവശ്യം കാണുമ്പോഴും പ്രൈസിലോട് പറഞ്ഞുകൊണ്ടില്ല, അന്നേരവും കൈ തരത്തില്ല. അടുത്ത പ്രാവശ്യം കാണുമ്പോഴോ അന്നേരവും ചെല്ലും. അടുത്ത പ്രാവശ്യം കാണുമ്പോഴോ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല, അങ്ങോട്ട് ചെല്ലും. നമുക്ക് അവിടുന്ന് കിട്ടുന്ന നിന്നെ അപമാനമാണ്. യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ തലത്തിൽ നമ്മൾ നിൽക്കുന്നിടത്ത് ഇതാ ചർച്ചിനുള്ളിൽ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി. ദൈവസ്നേഹം ആരിലുണ്ടോ അവർ സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. എങ്ങനെ വർദ്ധിച്ചു വരുന്നേ? അപമാനത്തിൻ്റെയും നിന്ദയുടെയും പഴിയുടെയും
ദുഷിയുടെയും സാഹചര്യത്തിലും അവനിൽ നിന്ന് എന്താ വരുന്നത്? ഈ പറഞ്ഞ ക്ഷമയും കരുണയും ആണ് വരുന്നത്. ഇല്ലേ, നമ്മളിപ്പോൾ നമ്മളെ നോക്കി ചിരിച്ചില്ലല്ലോ. ഇല്ലേ, നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. ഇപ്പം എല്ലാവർക്കും കൈ കൊടുത്തു, നമുക്ക് കൈ കിട്ടിയില്ല. നമ്മുടെ മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറും. കൈയിൻ്റെ കാര്യം പറഞ്ഞാൽ മുഖമൊക്കെ വാടും. നമ്മുടെ ഉള്ളിൽ ഒത്തിരി സങ്കല്പങ്ങളും ചിന്തകളൊക്കെ വരും. ദൈവത്തിൻ്റെ പരിചാരനത്തിന് വിരുദ്ധമായിട്ടുള്ളതാ. പക്ഷെ ആരും ഇപ്പം കർത്താവ് വന്നപ്പോൾ എങ്ങനെയാ വന്നേ? അവസാനം ഉണ്ടായിരുന്ന 12 പേരാണ്. അതിലൊരാൾ ഒറ്റിക്കൊടുത്തു, പോയി. പിന്നെ 11 പേരാണ്. ആ വിചാരണയുടെ സമയത്ത് എന്താ സംഭവിച്ചത്? 11 പേരും കർത്താവിനെ കൈവിട്ടു. ഇല്ലേ? എല്ലാവരും അവരെ വിട്ട് ഓടിപ്പോയി. കർത്താവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അങ്ങനെ ഓടിപ്പോയ തള്ളിപ്പറഞ്ഞ അവരെ തേടിയാണ് ആ കടൽക്കര ചെല്ലുന്നത്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ല അവരെ വിളിക്കുന്നത് എന്താ? കുഞ്ഞുങ്ങളെ. എന്താ കാണിക്കുന്നത്? ഇങ്ങോട്ടുള്ളതിലല്ല ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നിലകൊള്ളുന്നത്. നമ്മളിൽ ക്രിസ്തുവിൻ്റെ ഒരു വാസനയുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും അങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ ദുഷിക്കുമ്പം ആ ക്രിസ്തുവിൻ്റെ വാസനയുള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? ആളെക്കുറിച്ച് നന്മ പറയും. ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരോടുള്ള ബന്ധത്തിലോ ശപിക്കുന്നവരെ അനുഗ്രഹിക്കും. ഇപ്പം നമ്മൾ കണ്ടെത്തേണ്ടത് എന്താ? അപ്പം നമ്മൾ അങ്ങോട്ട് കൈ കൊടുത്ത് കൈ തന്നില്ലേ ഉടനെ നമുക്ക് എന്താ വരുന്നത്? നമ്മൾ മുറിപ്പെട്ടു, അല്ലേ? നമുക്കൊരു ഭയങ്കര ഒരു മുറിവ് വന്നു. പിന്നെ ആളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ വേറെ ആൾ ചോദിച്ചാൽ എന്നാ പറയും? ആ, അവനെ സൂക്ഷിച്ചോണമെന്ന് പറയും. അവൻ ശരിക്കും ശരിയല്ലാത്ത നമ്മളാ. അപ്പം കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃകയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ റോമാലയത്തിൽ ഇങ്ങനെ വാക്യം, റോമാലയത്തിലാണെന്ന് തോന്നുന്നു, ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. തന്നിൽ തന്നെ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് കൈയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പ്രസാദമൊക്കെ കിട്ടിയില്ലല്ലോ, നമ്മളാകെ മുറിപ്പെടും. കർത്താവ് തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, കർത്താവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പൈസയുടെ കാര്യമാണ് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിച്ചത്? ക്ഷമ, കരുണ, ഇതൊക്കെ കൊടുക്കുന്നതല്ല. ഇങ്ങോട്ട് കിട്ടുന്നതല്ല പ്രശ്നം. നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇങ്ങോട്ട് എന്നെ ബഹുമാനിച്ചില്ല, അപ്പം നമ്മളെന്താ പറയുന്നത്? ഞാനും ബഹുമാനിക്കുകയല്ല. പക്ഷെ വാങ്ങുന്നതിനാൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് ബഹുമാനിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ബഹുമാനിക്കും. ഇങ്ങോട്ടെന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അവരെ അംഗീകരിക്കും. ഇങ്ങോട്ടെന്നെ ക്ഷമിച്ചില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ക്ഷമിക്കും. ഇങ്ങോട്ട് കരുണ കാണിച്ചില്ലേലും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നിങ്ങളെ വന്ദനം ചെയ്യുന്നവരെ വന്ദനം ചെയ്താൽ എന്താ പ്രത്യേകതയുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളോ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇപ്പം നമ്മളെ തന്നെ എല്ലാ സാഹചര്യങ്ങളും വിധിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭാര്യഭർത്തൃബന്ധം നമുക്കത് കാണാനായിട്ട് പറ്റും. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വരുമ്പം അങ്ങനത്തെ ഒരു പ്രത്യേകത നടക്കുന്നത്. നമുക്കൊന്നിനെക്കുറിച്ചും പരാതി ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് ഒരു പരാതി ഉണ്ടാകത്തില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് പരാതി ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ എന്തുമാത്രം പരാതികളുള്ളവരാ, ഇല്ല? നല്ലൊരു അവസരം കിട്ടുക, തുറന്ന് പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ, എന്തുമാത്രം കാര്യങ്ങൾ. എന്നാളൊരു ഇത് ഞാനിങ്ങനെ വായിച്ചു, വിവാഹമോചനത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഒരു ആളുടെ അടുക്കൽ വന്നു. അപ്പം പുള്ളി രണ്ടുപേരോടും പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കണ്ട കുറ്റം മുഴുവൻ എഴുതിക്കൊണ്ടും വരാൻ പറഞ്ഞു, ഫുൾ. അപ്പോൾ സഹോദരി ഒരു വീണ്ട ലിസ്റ്റ് എഴുതിക്കൊണ്ട് വന്നു. അപ്പം ഭർത്താവ് കടലാസ് തിരിച്ചു കൊടുത്തു. അതിലൊന്നും എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയ ഒരാൾക്ക് വേറെ ആളെക്കുറിച്ച് എന്തുണ്ടാവുകയില്ല, പരാതി ഉണ്ടാവത്തില്ല. പക്ഷെ നമുക്ക് എന്ത് പരാതികളുണ്ടല്ലേ? സൗരസൗരന്മാരുള്ള ബന്ധത്തിൽ, ഭാര്യഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് എന്തുമാത്രം പരാതികളുണ്ട്. ഇപ്പം ആരാ പരാതി പറയുന്നത്? തങ്ങളെക്കുറിച്ച് തന്നെ ഉന്നത ചിന്തകളുള്ളവരാ പരാതി പറയുന്നത്. പക്ഷെ നമ്മൾ ഏറ്റു പറയുമ്പോൾ എന്താ പറയുന്നത്? ഞാൻ സകല മനുഷ്യരും അരിഷ്ടനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ നമ്മൾ പലതും മറ്റുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്, അത് കിട്ടാണ്ട് വരുമ്പോഴാണ് പരാതി പറയുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിൽ എന്തുമാത്രം സാധാന്യമായിട്ടുള്ളതുണ്ടെന്ന് നമ്മൾ കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളെ തന്നെ വിധിക്കുമ്പോൾ അതാ സംഭവിക്കുന്നത്. ദൈവികമല്ലാതെ നമ്മളിലുള്ളതിനെ നമ്മൾ കണ്ടെത്തുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താ? കൊടുത്തുകൊണ്ടേ ഇരിക്കുക.
ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക, കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുക, നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. ഗലാത്യർ പറഞ്ഞ നന്മ ചെയ്തതിൽ മടുത്തു പോകരുത്, മടുത്തു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നന്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നന്മ ചെയ്യും, ഒരാൾക്ക് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാം നന്മ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? തിരിച്ചിങ്ങോട്ടൊന്ന് പ്രതീക്ഷിക്കും, ഇല്ലേ? നമ്മളൊരു വിരുന്നൊക്കെ കൊടുത്താൽ, ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ കല്യാണം വിളിച്ച പലരും എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല. ഇല്ലേ, നമ്മുടെ ഉള്ളി വരുന്ന ചിന്ത എന്താ അന്നേരം? ഒമ്പട. എന്നാലും തൊട്ട അയലാക്കത്തുള്ളവർ പോലും വിളിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ വിചാരിച്ച എന്തായിരിക്കും വിളിക്കാതിരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എന്നെ കടമ്പി ചോദിച്ചു, ജോസ് കല്യാണത്തിന് വന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിച്ചില്ലായിരുന്നു. അയ്യോ, ഞാൻ മറന്നുപോയതായി. പക്ഷെ നമ്മുടെ ചിന്ത വരുന്നത് എന്താ? ഞാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചില്ല. അവിടെ എന്ന് പറഞ്ഞാൽ എന്തേലും ഒരു കാരണം കാണും എന്ന് ചിന്തിച്ച് നമ്മൾ അവരോട് ക്ഷമിക്കാനും അവരെ ഹൃദയത്തിൽ വഹിക്കാനുമല്ല നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിലുള്ളത്. പിന്നെന്താ? ആഹാ, അല്ലേ? കർത്താവ് പറഞ്ഞതല്ല, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുക. ഇങ്ങോട്ട് വിളിച്ചില്ലേലും അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് ക്ഷമിച്ചില്ലേലും അങ്ങോട്ട് ക്ഷമിക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു മൂല്യങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നത ഭാവമുള്ളവരാ. യശയ്യാവിലിങ്ങനെ വാക്യമുണ്ട്, തണ്ട് വെച്ച കപ്പൽ അതിലൂടെ കടക്കുകയില്ല. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. തണ്ട് വെച്ച കപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ കൊടിമരമൊക്കെ ഉള്ള കപ്പൽ, അതിനെ കടന്നു പോകാൻ പറ്റത്തില്ല. നമ്മളെല്ലാം അങ്ങനെ മനോഭാവമുള്ളവരാ, ഒത്തിരി ഉന്നത ചിന്തകളും നികളവും. ഇപ്പം നമ്മളെ തിരുത്തുമ്പോൾ നമ്മൾ മുറിപ്പെടുകയാണ് എന്താ കാണിക്കുന്നത്? നമ്മൾ അഹങ്കാരികളാണെന്നാ കാണിക്കുന്നത്. നമ്മളൊരാൾ തിരുത്തിയല്ലേ, ഒന്ന് ശാസിച്ചു, നമ്മൾ മുറിപ്പെടുമ്പോൾ എന്താ കാണിക്കുന്നത്? വലിയ അളവിൽ നീളം നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. താഴ്മയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? തിരുത്തൽ കഴിയുമ്പോൾ നന്ദി, ഒരു പരാതിയും കാണത്തില്ല. അവൻ ചിന്തിക്കത്തില്ല ഇയാൾക്ക് എന്നെ തിരുത്താൻ എന്താ അധികാരം, അവകാശം ഒന്നും ചിന്തിക്കത്തില്ല. നീളമുള്ള ഒരാൾ എന്ത് ചിന്തിക്കും? ഓ, അവനെന്നെ തിരുത്താൻ എന്താ യോഗ്യതയുള്ള, ഇല്ലേ? അവൻ്റെ കാര്യം എങ്ങനെയാ, പിന്നെ എന്തിനാ എന്നെ തിരുത്താൻ വന്നേ? നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ചിന്തകളായിരിക്കും. അപ്പം ദൈവം നമ്മുടെ സഭയ്ക്കുള്ളിൽ നമ്മളെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ താഴ്മയുടെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടാണ്. താഴ്മയുള്ള ഒരു പ്രത്യേകത എന്താ? അവർ മുറിപ്പെടത്തില്ല, അവർക്കൊരു പരാതിയും കാണത്തില്ല ഒന്നിനെക്കുറിച്ച്. ഫിലിപ്പിയ ലേഖനത്തിൽ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ തെസ്സലോനിക്ക 5-ാം അധ്യായത്തിലും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ എപ്പോഴും പ്രാർത്ഥിപ്പീൻ. ഈ താഴ്മയുള്ളവർക്ക് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. അത് അനുകൂലമാണേലും പ്രതികൂലമാണേലും. ഉന്നതഭാവമുള്ള ഒരാൾ അനുകൂല സാഹചര്യങ്ങളിലൊക്കെ സ്തോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതികൂലം വരുമ്പോഴോ സ്തോത്രമൊന്നും ഉണ്ടാകത്തില്ല, പരാതിയും പിറുപിറുപ്പും. സദസ്യന്മാരെ നമ്മൾ എവിടെ നിൽക്കുന്നു? ഇന്ന് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിധിക്കുമെങ്കിൽ നിങ്ങൾ വിധിക്കപ്പെടത്തില്ല. അപ്പൊ നമ്മളെ തന്നെ വിധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പൊങ്ങി വരുന്ന എന്തൊക്കെയാണെന്നാ? എന്താ നമ്മളിൽ നിന്ന് വരണ്ടിയേ? എന്താ വരണ്ടിയേ? ആത്മാവിൻ്റെ ഫലമാണ്. അപ്പൊ നമ്മളെ തന്നെ വിധിക്കുകയാണ് നമ്മൾ എന്താ കണ്ടെത്തണ്ടേ? എന്നിൽ നിന്ന് ആത്മാവിൻ്റെ ഫലമല്ല വരുന്നത്, പിന്നെ എൻ്റെ തന്നെ ഫലമാണെന്നുള്ള കാര്യമാണ്. എന്നിൽ തന്നെ സ്വഭാവം, എൻ്റെ ദേഹിയിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഒന്ന് നന്നാക്കാനാണ് ശ്രമിക്കുന്നത്, പുതുക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത്? യിരെമ്യാവ് പറയുന്നു, നമ്മുടെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത്. മർക്കോസ് 7 പറയുന്നു, മനുഷ്യ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ വ്യഭിചാരം, പക, പിണക്കം, ജാരശങ്ക ഇതെല്ലാം പുറപ്പെട്ടു വരുന്നു. അപ്പം അതിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് എന്താ ചെയ്തേ? എന്താ ചെയ്തേ? നമുക്ക് പുതിയൊരു ഹൃദയം തന്നെ. പഴയ ഹൃദയം പുതുക്കുകയല്ല, അത് പുതുക്കാൻ പറ്റത്തില്ല. അത് പിന്നെന്താ ചെയ്യുന്നേ? പുതിയൊരു ഹൃദയം. അതാ നമ്മൾ പണ്ട് ഭക്തന്മാർ പാടിയത്, പുതുഹൃദയം എനിക്ക് ഏകിയതാല് വെറുത്തേൻ ജഡത്തിന് സുഖം, വെറുത്തേൻ നയനസുഖം, വെറുത്തേൻ ലോകസുഖം. അപ്പൊ നമ്മൾ കിടന്ന് ശ്രമിക്കുന്നത് എന്താണെന്നറിയോ? പഴയ ഹൃദയം ഒന്ന് നന്നാക്കിയിട്ട് ശരിയാവാനാണ് ശ്രമിക്കുന്നില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വീണ്ടും ജനിക്കുന്ന മനുഷ്യനിൽ ഒരു ആന്തരിക മനുഷ്യൻ ജനിക്കുന്നുണ്ട്. ആ ആന്തരിക മനുഷ്യൻ എന്തൊക്കെയാണ്? പുതിയ ഹൃദയമുണ്ട്, പുതിയ മനസ്സുണ്ട്, പുതിയ ആത്മാവുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്?
ഇപ്പം നമ്മൾ ട്രെയിനൊക്കെ കാണാറുണ്ടല്ലോ, ഒരു സ്റ്റേഷനിൽ എത്തിയിട്ട് ഇല്ല അങ്ങോട്ടാണ് പോകുന്നത് വിചാരിച്ചു തിരുവനന്തപുരത്ത് ചെയ്ത് കഴിയുമ്പോൾ ട്രെയിൻ തിരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു എഞ്ചിൻ പുറകിൽ കൊണ്ട് ഘടിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുക ചെയ്യും എന്ന് പറഞ്ഞ പോലെയാ. നമുക്ക് പാപം നിറഞ്ഞൊരു ഹൃദയത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ആത്മാവിനാൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. പുതിയൊരു ഹൃദയം തരുന്നു, പുതിയൊരു മനസ്സ്, പുതിയൊരു ആത്മാവ്. നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഇത് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുകയല്ല, ആ പുതിയതിൻ്റെ പിന്നാലെ പോകും. അതാണ് 2 കൊരിന്ത്യർ 5:17 പറഞ്ഞവരും ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയെ, പഴയതെല്ലാം. ഈ പഴയത് കഴിഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പഴയ ചിന്താഗതി, മനോഭാവം, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത്. പിന്നെ ഏത് ഉദ്ദേശമുള്ളൂ ഇനി? എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കും, എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഒറ്റ ലക്ഷ്യം. പക്ഷെ നമുക്ക് അങ്ങനെ ആണോ? ആ ലക്ഷ്യത്തിൻ്റെ യാത്രയിലാണ് നമ്മൾ മനസ്സിലാകും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്. മറ്റേ ഹൃദയമുള്ളപ്പോൾ എന്താ? കൊടുക്കുന്നതിനേക്കാൾ വാങ്ങുന്നത്. അപ്പം കൊടുക്കുമ്പോൾ എന്ത് തോന്നും? വ്യസനം തോന്നും, കിട്ടുമ്പം സന്തോഷം തോന്നും. ഈ പുതിയ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? കൊടുക്കുമ്പോൾ സന്തോഷം തോന്നും, വാങ്ങുമ്പോൾ വ്യസനം. അങ്ങനെയാണോ നമ്മളെ? പഴയ ഹൃദയമുള്ളപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയാണ് കൊടുക്കുന്നത്, കണക്ക് കൂട്ടി. അതാണ് പഴയ നിയമത്തിൽ ഒരു കൽപ്പനയുണ്ടായിരുന്നു, കൊടുക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നമുക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? വ്യസനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കണക്കൊക്കെ കൂട്ടി പിന്നെ ഒരു ഞെരുക്കത്തിലൂടെ പോകുമ്പോൾ വിചാരിച്ചു അന്ന് അത്രയും കൊടുക്കണ്ടായിരുന്നു, എന്നാൽ ഇപ്പം പ്രശ്നമില്ലായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആശ്രയത്തിലേക്ക് വന്നിട്ടില്ല. ദൈവാശ്രയത്തിലേക്ക് വരുന്നിടത്ത് എന്താ? നമ്മൾ ഒഴുക്കിലല്ല, ഉറവയിൽ ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ സോഴ്സിലാണ്, നമ്മുടെ ഉത്ഭവസ്ഥാനത്താണ് നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സകലവും തരുന്നവനില്ല നമ്മൾ ആ ഒരു വിശ്വാസം നമ്മൾ കൊടുക്കുന്നത്. അപ്പം കർത്താവ് പറഞ്ഞു, കൊടുപ്പിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് എന്ത് സംഭവം? നമ്മളിങ്ങനെ വാക്യം വായിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും എന്ന് പറഞ്ഞ പോലെയാ. നിങ്ങൾ വിതയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ല, കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ തന്നെ അളന്നു തരും. ഇപ്പം ക്ഷമ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷമ കിട്ടും, പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും, കരുണ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കരുണ കിട്ടും. അത് തിരിച്ചു കിട്ടുമ്പോൾ എങ്ങനെയാ? കൊടുത്ത പോലല്ല കിട്ടുന്നത്, അല്ലേ? നമ്മൾ ഒരു മൂട് ഒരു കമ്പ് കൊണ്ട് കുത്തിയാൽ എന്തുമാത്രം കപ്പിയാണ് കിട്ടും? നമുക്ക് 5, 8, 10, 12 കിലോ ഒക്കെ കിട്ടും, അല്ലേ? എന്ന് പറഞ്ഞ പോലെയാ. അപ്പം നമ്മൾ കൊടുക്കാന്ന് പറയുമ്പോഴേ ഭൗതികമായിട്ട് ചിന്തിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മഹാദാരിദ്ര്യത്തിൽ നിങ്ങൾ ഔദാര്യമായിട്ട് കൊടുത്തു. യെരുശലേമിലെ സഭയിലുള്ള വിശുദ്ധന്മാർക്ക് ആവശ്യത്തിൻ്റെ ഇത് വന്നപ്പം അവർ ഔദാര്യമായിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ, ഔദാര്യമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാ കർത്താവ് തൻ്റെ ഉപജീവനം മുഴുവൻ ഇട്ട സ്ത്രീയെ പ്രശംസിച്ച്, ഇവളാ ഏറ്റവും കൂടുതൽ ഇട്ടത്. കാരണം എന്താ? അവിടെ ഉപജീവനം ഇട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നാളെ പട്ടിണിയാ. നാളോട് നോക്കിയാൽ ഒന്നും ഇല്ല, നാളെ ജീവിക്കാനുള്ളത് അവൾ അങ്ങനെയുള്ളവർക്ക് കർത്താവിന് കൊടുത്തു. അപ്പം കർത്താവ് എന്ത് ചെയ്യും? അമർത്തി കുലുക്കി കവിയുന്നൊരു അളവ് കൊടുക്കും. ഇത് നമ്മുടെ ആത്മീയമായിട്ട് ഈ കണ്ണ് തുറക്കും തോറും നമ്മുടെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ്. നമ്മുടെ മുൻഗണനകൾക്ക് വ്യത്യാസം വരും. ഇനി പൽക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് നമ്മളെ തന്നെ വിധിക്കുക ഈ സാഹചര്യങ്ങളിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ നമ്മൾ നമ്മളെ തന്നെ വിധിക്കുന്നവരായിരിക്കണം. ഇപ്പം ആരെങ്കിലും എന്നോട് തിന്മ ചെയ്താൽ എന്നെ തന്നെ വിധിക്കുമ്പോൾ എനിക്ക് എന്താ കാണാൻ കഴിയുന്നത്? തിന്മ ചെയ്യാനുള്ളൊരു ആഗ്രഹമാണ് കാണാൻ കഴിയുന്നത്. ഞാനവിടെ മാനസാന്തരപ്പെടാൻ, എന്നെ തന്നെ വിധിച്ച് എന്നെ മരണത്തിന് ഏൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. എന്നെക്കുറിച്ച് തിന്മ പറയുന്ന ഒരാളെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ വിധിച്ചിട്ട് ഞാൻ നന്മ പറയണം. അങ്ങനെ ദൈവത്തിൻ്റെ വിളി നമുക്കുള്ളത്. ഈ ഒരു സത്യത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പഴയ ആ നേച്ചർ മാറ്റിയിട്ട് പുതിയൊരു നേച്ചർ നമ്മുടെ ഉള്ളിൽ തരിക ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിസ്ഥാനപരമായൊരു മാറ്റമാണ്. പുറമേ കാണുന്നൊരു മാറ്റമല്ല, ആന്തരികമായൊരു മാറ്റം. ഇപ്പം സാധാരണഗതിയിൽ നമ്മളൊരു
കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പരാതി പറയും, പെറുപെറുക്കും. പക്ഷെ ദൈവം നമ്മുടെ നേച്ചർ മാറ്റി കഴിയുമ്പോഴോ, കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നന്ദി പറയും, സ്തോത്രം ചെയ്യും. നമ്മൾ ആദ്യം വരുന്നത് എന്താണെന്ന് നോക്കിയാൽ മതി. ഒരു കഷ്ടങ്ങളിലൂടെ കടന്നു ആദ്യം വരുന്നത് ഇല്ലേ? ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാതെ. പക്ഷെ നമ്മൾ ആ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, ആ ഒരു പുതിയ നേച്ചർ കിട്ടി കഴിയുമ്പോഴോ, ആദ്യത്തെ പ്രതികരണം എന്താ? ദൈവം പ്രതികരിക്കുന്ന പോലെ തന്നെയാണ്. ഒരു പരാതിയില്ല, പിറുപിറുപ്പില്ല, നന്ദിയുണ്ട്, സ്തോത്രമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. പിന്നെ നമ്മൾ കർത്തൃമേശയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ എല്ലാം ആദാമ്യമായിട്ടുള്ളത് നമുക്കുണ്ട്. കൊരിന്ത്യർ 15 നമ്മൾ വായിക്കുന്നുണ്ട്, ആദാമിന്റെ പ്രതിമ ധരിച്ച പോലെ ക്രിസ്തുവിന്റെ പ്രതിമയും ധരിക്കും. ഇല്ലേ? നമ്മളന്നുള്ള ആദാമ്യമായിട്ട് പുറപ്പെട്ടു വരാനായിട്ട് ശ്രമത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അഹിതമായൊരു കാര്യം കണ്ട ഉടനെ നമ്മൾ എന്താ എന്നോടങ്ങ് പ്രതികരിച്ച് കഴിയും. ആദാമ്യവാദം. അതുപോലെ തന്നെ കർത്താവിന്റെ പ്രതിമ ധരിക്കുമ്പോഴോ, കർത്താവ് എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. പക്ഷെ അങ്ങനെയാണോ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഓരോ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം. അതിൻ്റെ അനന്തരഫലം എന്താ? ദൈവത്തിന് വിരുദ്ധമായിട്ട് നമ്മളുള്ളതിനെല്ലാം ദഹിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, കത്തിച്ചാമ്പലായിക്കൊണ്ടേയിരിക്കും. ഒരു യാഗത്തിൽ എന്താ സംഭവിക്കുക? യാഗപീഠത്തിൽ വെക്കുന്നതെല്ലാം കത്തി ചാമ്പല, ഒന്നും അവശേഷിക്കത്തില്ല. അതിൻ്റെ മണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അതാണ് ദൈവത്തിന് പ്രസാദകരമായൊരു യാഗം. നമുക്കും നമ്മളെ തന്നെ വിധിക്കാം, അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഈ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ മാർഗത്തിൽ, സ്വസ്ഥയുടെ മാർഗത്തിൽ പോകാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.